അത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആ വേറിട്ട ഒരു പ്രതിഷേധം. ആ റൂട്ടിൽ സ്ഥിരമായി ഇത്തരം സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ കയറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ആ ഹോം ഗാർഡ് നാഗരാജൻ തന്നെ ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇന്നലെ വൈകിട്ട് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. അവർ കുട്ടികളെ കാണുന്ന സമയത്ത് ഇവർ നിർത്താൻ മടിക്കും. അത് കാരണം ഞാൻ മുന്നിൽ നിന്നിങ്ങാൻ സ്റ്റോപ്പ് കൊടുത്തായിരുന്നു. അന്നിപ്പോൾ അവൻ നേരെ വന്നിങ്ങാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിങ്ങാൻ നിർത്തി. അന്നിപ്പം അവൻ പറഞ്ഞു കുട്ടികളെ കയറ്റാൻ അവർക്ക് തീരെ താല്പര്യമില്ല. അന്നിപ്പം ഞാൻ പറഞ്ഞു കുട്ടികളെ കയറ്റാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല, കുട്ടികളെ എടുത്തില്ലെങ്കിൽ നീ എൻ്റെ നെഞ്ഞത്തോടെ എടുത്തിട്ട് പോകുന്നവർ. അതാണ് അങ്ങനെ. പിന്നെ അവൻ കുട്ടികളെ എടുത്തിട്ട് പോയി. കുട്ടികളെ എടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ. അത് ബസ്സിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു? പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുമായിരുന്നോ? അതെ, പെട്ടെന്ന് ആ സമയത്ത് എന്താന്ന് പറയേണ്ടത്, അത്രയും കുട്ടികളെ എടുക്കാതെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിന് വലിയ വിഷമമായി. എന്താന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് കുട്ടികൾ 4 മണി തൊട്ടിട്ട് 6 മണി വരെ അവിടെ കുട്ടികൾ ഇതാവുന്നുണ്ട്. അന്നിപ്പോൾ ആ കുട്ടികളെ എടുക്കാതെ ഇവർ പോകാമെന്ന് പറഞ്ഞിട്ട് ഓരോരോ ബസ്സും നിർത്താതെ പോയി കഴിഞ്ഞിട്ട് അത്രയും കുട്ടികൾ അവിടെ ഇതായി പോകും. അന്നപ്പം ഞങ്ങൾ പറയുന്നത് എന്താ, ഒരു 5, 6, 8 കുട്ടികളെ എടുത്തിട്ട് പോകാനാണ് ഞങ്ങൾ പറയൽ. അത് ഇവർ ചില ബസ്സുകാർക്ക് തീരെ പറ്റില്ല. അങ്ങനെ അവൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ സ്റ്റോപ്പ് കൊടുത്തിട്ടും അവിടെ നിർത്താതെ അവൻ എൻ്റെ ശരീരത്തിനോട് തട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് വണ്ടി നിർത്തിയത്. അത് നിർത്തിയപ്പോൾ എനിക്കത് ഇതായി. ഒരു യൂണിഫോം ഇട്ട് ഞാൻ അങ്ങനെ ഇതാവുമ്പം ഇവരെന്ത് ചെയ്യും, കുട്ടികൾ കയറാതെ ഇതാവുമല്ലേ. അത് കാരണം അന്നിപ്പം ഞാൻ പറഞ്ഞു നിനക്ക് കുട്ടികളെ എടുക്കാൻ പറ്റില്ലെങ്കിൽ നീ എൻ്റെ നെഞ്ഞത്തൂടെ വണ്ടി എടുത്തിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂട്ടിൽ കിടന്നത്. എത്ര സമയം അങ്ങനെ കിടക്കേണ്ടി വന്നു? ഇല്ല, വളരെ ചുരുങ്ങിയ സമയം കിടന്നിട്ടുള്ളൂ, കൂടുതൽ സമയമൊന്നും കിടന്നിട്ടില്ല. ഈ റൂട്ടിൽ പതിവല്ലേ ഈ ഒരു കാഴ്ച? ചേട്ടൻ അവിടെ നിൽക്കുന്ന സമയത്താണ്? പതിവാണ്. അധിക ദിവസം ഞങ്ങൾ ഇങ്ങനെ നിർത്തിച്ചിട്ടാണ് അവിടെ ബസ്സുകൾ നിർത്തുന്നത്. കുട്ടികൾ 4 മണിക്ക് വിടുന്ന സ്കൂളിൻ്റെ കുട്ടികൾ 6 മണിയാവും അവിടെ വീട്ടിലെത്താൻ. 6 മണിക്കും ചില കുട്ടികൾ വീട്ടിലെത്തുന്നുണ്ടാവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചേട്ടൻ 22 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു അല്ലേ? 22 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു ആസാൻ റൈഫിൾസിൽ. ഈ ഒരു സംഭവത്തിന് ശേഷം എന്തായിരുന്നു ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം? അവിടെ എല്ലാവരും നന്നായി നിങ്ങളെ ചെയ്തത്, അങ്ങനെ വേണം എന്നുള്ളൊരു ഇതാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് മോശമായില്ല. ബസ്സുകാർ നിർത്തി പിന്നെ കുട്ടികളെ കയറ്റിയിട്ടാണ് പോയത്. ഈ ഒരു സംഭവം ബസ്സുകാർക്ക് ഒരു പാടായിരിക്കും അല്ലേ? പാടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്. ചേച്ചി, എങ്ങനെയാണ് ഇന്നലത്തെ ഒരു പ്രവൃത്തി? ഇതിനകം തന്നെ ചേച്ചി ടി വിയിലൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. കാരണം പിന്നെ എനിക്ക് ഒന്നും അറിയില്ല. ഇവിടെ ടി വി ആണേലും ഇതായിട്ട് നിൽക്കുകയാണ്. കാരണം അമ്മേനെ ഇങ്ങനെ നോക്കേണ്ടത് അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു SI വേണുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ലടി നിൻ്റെ ഹസ്ബൻഡല്ലേ നാഗരാജൻ, പേര് അതിനല്ലായിരുന്നു, ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടാ. അപ്പോൾ പറഞ്ഞു ഇന്നലെ നീ കണ്ടില്ലേ ഹസ്ബൻഡ് ചെയ്ത. അപ്പോൾ ഇവരെങ്ങനെ ഓരോരുത്തർ കോൾ ചെയ്യുന്നുണ്ട്, സിറ്റി ട്രാഫിക്കിൽ നിന്നൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഉണ്ണേട്ടാ? അപ്പോൾ ഇങ്ങനെ ബസ്സുകാർ വന്നു. അപ്പോൾ എനിക്ക് സത്യം പറയാം, അത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നപ്പോൾ ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ഞാനും. കാരണം ആ ഒരു പ്രവൃത്തി, കാരണം ഒരു യൂണിഫോം ഇട്ടൊരു വ്യക്തിയെ അത്രയും ധൈര്യത്തോടു കൂടി ആ ഡ്രൈവർ വന്ന് തട്ടി ഇടിക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ, പക്ഷേ അവരുടെ പേരിൽ കംപ്ലൈൻ്റ് ആയിട്ടല്ല കേട്ടോ. പക്ഷേ പറഞ്ഞ കുട്ടികളെ എത്രയോ വെയിറ്റ് ചെയ്യാം. നമ്മളൊക്കെയും കുറേ കാലങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഈ വിഷമം അനുഭവിക്കുന്നതല്ലേ. അപ്പോൾ അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. ബസ് കയറുകയാണെങ്കിലും ഞാൻ അഭിമാനം വിചാരിക്കുമല്ലോ. ഒന്നുമില്ലെങ്കിൽ 10-22 വർഷം പട്ടാളത്തിൽ നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. രാജ്യത്തിന് വേണ്ടി പിന്നെ എന്താ പറയുക, ഇവിടെ കാവൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ നാടിന് വേണ്ടി സേവിച്ച 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഏത് പഞ്ചായത്ത്? ഇവിടെ വെള്ളലശ്ശേരി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഈ വെള്ളലശ്ശേരി വാർഡിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ട്. പിന്നെ കുട്ടികളാണേലും അങ്ങനത്തെ കാര്യത്തിന്, നല്ല കാര്യത്തിന് എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ വേറെ എല്ലാ കാര്യത്തിനും നമ്മൾ എതിരെ പറയേണ്ടത് പറയും. ഭർത്താവാണേലും ശരി, കുട്ടികളാണേലും ശരി. കാരണം ഇപ്പോഴത്തെ രീതിയിൽ അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പട്ടാളക്കാരാണേലും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇപ്പോൾ ഒരു എന്ത് തന്നെയാണേലും ഇവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അങ്ങനത്തെ തന്നെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വിളിച്ച് ഭയങ്കരമായിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഞാനും ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കുക. ഇങ്ങനെ ഒരു കാര്യം കൊണ്ട്
എന്തെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ഒരു നടപടി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണേലും ആരുടെ ഭാഗത്തു നിന്നാണേലും കുട്ടിക്കൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ രണ്ട് കുട്ടികൾ നമുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു സന്തോഷം വളരെ. തീർച്ചയായും ഇതാണ് നാഗരാജന്റെയും കുടുംബത്തിന്റെയും പ്രതികരണം. ഈ ഒരു പ്രവൃത്തി ഇനി ബസ്സുകാർക്ക് മുന്നിൽ ഒരു പാഠമാകട്ടെ എന്നാണ് ഇവർ പറയുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.